ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തൊന്നും കിട്ടുന്നില്ല, എന്താ ചെയ്യണ്ടേ? അൺബോക്സിങ് ചെയ്താൽ അൺബോക്സ് ചെയ്തു, പക്ഷേ അത് ഓപ്പൺ ചെയ്തിട്ടില്ല, ക്രീം യൂസ് ചെയ്തിട്ടില്ല. ക്രീമും പിന്നെ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? റെഡി? എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇതാ ഇവിടെ ഒരാളുണ്ട്. അസിസ്റ്റൻ്റ് എടുത്തുകൊണ്ട് വരും എല്ലാ സാധനം. അപ്പോൾ ഗൈസ്, നമ്മളുടെ സാധനം എല്ലാം അസിസ്റ്റൻ്റ് എടുക്കും. അസിസ്റ്റൻ്റ് എടുക്കൂലേ ഗൈസ്? അപ്പോൾ ഞാൻ റൺ ചെയ്തു. നമുക്ക് ക്രീം എടുക്കണം. ഞാൻ മാക്സിമം ഇനിയും ക്രീം വേണം നമുക്ക്. മാക്സിമം നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ മാക്സിമം 1 2 3 4 എണ്ണം കിട്ടി. നമുക്ക് മാക്സിമം കൊള്ളായിരിക്കും, പക്ഷേ അത്ര യൂസ്ഫുള്ളാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. ഇതുപോലത്തെ ഒരു ക്രീമും കൂടി ഇല്ലായിരുന്നു. അതല്ല. ഓക്കെ മീൻസ് അത് ഞാൻ കണ്ടില്ല കേട്ടോ. പാർട്ടി പിന്നെ നമ്മുടെ ഫോണൊക്കെ ഞാൻ ഒരു പുതിയ ഫോൺ മേടിച്ചു. പിന്നെ നമ്മൾ പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വയസ്സിൽ ഇങ്ങനെ ഫോൺ മേടിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹലോ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ പ്രായത്തിലൊക്കെ ഫോൺ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ അത്യാവശ്യം ഉണ്ട് ഈ വീട്ടിൽ. കാരണം എനിക്ക് അത്യാവശ്യമാണ് ഫോണിൽ ആരെങ്കിലും വിളിക്കണമെങ്കിൽ. പക്ഷേ ഇത് ശരിയാക്കിയിട്ടില്ല. ഇത് പുതിയ ഫോണാണ്. പുതിയതെന്ന് പറഞ്ഞാൽ നല്ല പുതിയ ഫോൺ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, എൻ്റെ ഫോൺ ഇതാട്ടോ. OnePlus ആണ് എൻ്റെ ഫോൺ. എൻ്റെ ഫോൺ ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. കണ്ടോ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഓപ്പൺ ആകും. കണ്ടോ? എൻ്റെ ഫിംഗർ പ്രിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എൻ്റെ ഫോണാണ്. പ്രത്യേകിച്ച് ഇനി അമ്മയുടെ ഫോൺ ഉള്ളപ്പോൾ എനിക്കിതാക്കാൻ തന്നില്ല. അപ്പോൾ ഇത് പുതിയ ഫോണാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കവറ് ഭയങ്കര വൃത്തിയായിട്ട കവറാണ് ഗൈസ്. കാണിച്ചു തരാം. ദേ, ഇത് കണ്ട് കഴിഞ്ഞാൽ പഴയ ഫോണാണെന്ന് പറയൂല. അതുകൊണ്ടാണ് ഞാനിത് ഊരിയെടുത്തത്. കാരണം എന്താണെന്നറിയോ, ഇതാണ് പുതിയ ഫോണ്. ഇതാണ് അത് അമ്മയുടെ പുതിയ ഫോണിലാണ് ഞാനിപ്പോൾ എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കവറായിരുന്നു ഇത്. അപ്പോൾ അത് അമ്മ എനിക്ക് തന്നത് ഈ ഫോണിൽ ഇടാൻ വേണ്ടി. കവർ മാറ്റണം, എന്നാലാണ് പുതിയ ഫോണെന്ന് വിചാരിക്കുള്ളൂ. ഇത് പുതിയ ഫോണാണ് ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ക്രീം കാണിക്കണ്ടേ? ബാ. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ ക്രീമാണ്, എൻ്റെ കാലിൽ തേക്കുന്നത്. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്, നിവ്യയുടെ കേട്ടോ. നിവ്യയുടെ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും മേടിക്കണ്ട. കാൽമുറിവ്, പെട്ടെന്ന് സൈക്കിളിൽ നിന്ന് വീഴുന്നവർ, പ്രത്യേകിച്ച് സൈക്കിളിൽ നിന്ന് വീഴുന്നവരും ഉരുണ്ട് കെട്ടി വീഴുന്നവരും ഒക്കെ യൂസ് ചെയ്യാം. വലിയവർക്ക് തൊട്ട് ചെറിയവർക്ക് വരെ. പിന്നെ എൻ്റെ കാല് പൊട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഈ ക്രീം മേടിച്ചത്. അപ്പോൾ ഇനി ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാവേ. ബൈ.